നമ്മളിന്നിപ്പം എത്രയോ വർഷമായി നമ്മൾ കേൾക്കുന്ന ഒരു വാദ്യ സംഗീത കലാഭാവമാണ് ചെണ്ട. എത്ര സിനിമ അതിൻ്റെ പുറത്തുണ്ടായിട്ടുണ്ട് എന്നാലോചിക്കണം. നമ്മളെത്ര സിനിമ കഥകളിയാണെങ്കിലും ചെണ്ടമേളമാണെങ്കിലും ആ വാക്യം നമ്മൾ കാണേണ്ട ഒരു കലാകാരൻ്റെ ധർമ്മം കൂടിയാണ്. അതെന്തുകൊണ്ടായില്ല, ആരെങ്കിലും എടുക്കും അല്ലെങ്കിൽ ഇതുവരെ എടുക്കാത്തത് എന്താ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ എന്നെ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതല്ലെങ്കിൽ അതിനെനിക്കൊരു ആൻസർ കിട്ടിയിട്ടില്ല. മലയാള സിനിമയ്ക്ക് 80 വർഷമായില്ലേ, അതിന് മുകളിലായില്ലേ. അതിൻ്റെ ഇടയിൽ ഈ നമ്മുടെ തനതായ കലയെ അഡ്രസ്സ് ചെയ്തിട്ട് എത്ര പടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ച എങ്ങനെയായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക? മോഹിനിയാട്ടം, ചെണ്ട, അല്ലെങ്കിൽ നമ്മുടെ താളക്രമങ്ങളെ പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നേറ്റിവിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ ആലോചിച്ചാൽ ഇപ്പോൾ പല സംഗീതങ്ങളിലും കേരളത്തിൻ്റേതായിട്ട് തന്നെയുണ്ട്. അത് ഒരു ഫിലിം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സൗണ്ട് ഓഫ് മ്യൂസിക് പോലെ തന്നെ ഒരു മ്യൂസിക്കിനും ഒരു സ്ഥാനമുള്ള ഒരു കലയാണ്. 2.5 മണിക്കൂറിനുള്ളിൽ ഈ എന്തൊക്കെ ചെണ്ടകളുണ്ട്, ഏതൊക്കെ ചെണ്ടകളുണ്ട്, എത്ര തരത്തിലുള്ള ചെണ്ടകൾ, എത്ര വാദ്യങ്ങളുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്ത കലാരൂപങ്ങളുണ്ട്. ഇതൊക്കെ ഡോക്യുമെൻറ്റേഷനേക്കാൾ ഉപരി ഒരു ഹ്യൂമൻ മനസ്സിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ കൂടിയാണ്. അവിടെ പ്രേമമുണ്ട്, അതിനകത്ത് വൈരാഗ്യമുണ്ട്, അവിടെ വിജയമുണ്ട്, തോൽവിയുണ്ട്. ഇതെല്ലാം കൂടെ എനിക്ക് കിട്ടിയ സമയം എന്ന് വെച്ചാൽ 2-2.25 മണിക്കൂറാണ്. അതിൻ്റെ ഇടയിൽ ഇതെല്ലാം പറഞ്ഞു ഒതുക്കാനുള്ള എൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഒരു പക്ഷേ ആലോചിക്കുകയാണെങ്കിൽ വനപ്രസ്ഥായാലും കൂട്ടുശ്രാങ്കാണെങ്കിലും സോപാനാണെങ്കിലും അതൊക്കെ തന്നെ അന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. ഒരു സെർട്ടൻ പീരീഡ് ഓഫ് ഈ ആവർത്തനമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എക്സ്പ്ലനേഷനായിരിക്കും ഫർദർ ഓൺ, ആഡ് ഓൺ ആണ്. ആഡ് ഓൺ എന്ന് പറയുന്നത് ഈ മനസ്സ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. ഇപ്പം ഈ ഒരു കലാകാരനായിട്ട് അതിനെ കാണേണ്ട കാര്യം ഉണ്ടോയെന്ന് വെച്ചാൽ കഥകളിക്കാരൻ, ചെണ്ടമേളക്കാരൻ, അതല്ലെങ്കിൽ ചവിട്ടുനാടകക്കാരൻ, ഇങ്ങനെയൊക്കെ ആലോചിക്കേണ്ട ഒരു റീസണിനേക്കാൾ ഉപരി ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ചില ക്ലാസ് റെപ്രസെൻറ്റേഷൻസ് ഉണ്ട് നമുക്ക്. ഈ കലാകാരൻ്റെ പറ്റിയിട്ട് നമ്മൾ നടക്കുകയാണെങ്കിൽ കലാകാരൻ ആ സ്ഥലത്തെ റെപ്രസെൻറ്റേറ്റീവാണ്. അതൊരു പൊളിറ്റീഷ്യനല്ല, പക്ഷേ അയാൾ ആ സംസ്കാരത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അയാളുടെ ഇമോഷണൽ, അയാളുടെ കണ്ടൻറ്റുകൾ ഇതെല്ലാം തന്നെ കുറേ കൂടെ പ്യുവറാണെന്ന് എൻ്റെ വിശ്വാസം മറ്റാരേക്കാളും. ആ പ്യൂരിറ്റിയുടെ ഒരു അഡ്രസ്സിൽ ഒരു പക്ഷേ ഇങ്ങനെ ആൾക്കാർ വന്നു പോകുന്നേ ഉള്ളൂ. പക്ഷേ അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന അയാളുടെ അന്വേഷണങ്ങളും അയാളുടെ ചിന്തകളും അയാളുടെ വേദനകളും സ്നേഹങ്ങളും ഒക്കെ തന്നെ ഒരു പക്ഷേ ആ പർട്ടിക്കുലർ രാജ്യത്തിന് റെപ്രസെൻ്റ് ചെയ്യാവുന്ന ഏറ്റവും പ്യുവർ ഫോമായിട്ട് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചുകൊണ്ടാണ് ഈ ക്യാരക്ടർ. അതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ആവർത്തനമായിട്ട് എനിക്ക് തോന്നാറില്ല. പക്ഷേ ഈ ക്വസ്റ്റ്യൻ എൻ്റെ മുമ്പിൽ വരാറുണ്ട്. ഇതിൻ്റെ തുടക്കം ഇടുന്നത് ഈ ജയറാമിന് സാധ്യമാവുന്ന ഒരു സന്ദർഭം എന്ന് വിചാരിച്ച് ചെണ്ടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെണ്ടയെക്കുറിച്ചിട്ടല്ല. ചെണ്ട ചെയ്യുന്ന ഒരു വ്യക്തി ഏറ്റവും പക്ഷേ ഇന്ന് കേരളത്തിൽ ഒരു ഫിലിം മാസ്റ്ററിയിൽ ഒരു പക്ഷേ ചെണ്ട കുറേ കൂടെ ഭേദമായിട്ടോ അല്ലെങ്കിൽ തന്മയത്തോടു കൂടിയോ ചെയ്യാൻ പറ്റുന്ന ഒരു അറിയപ്പെടുന്നൊരു നടൻ എന്നുള്ളത് ജയറാമാണ്. പക്ഷേ അതിനകത്ത് ഒരുപാട് അറിയാത്ത ചെണ്ടക്കാരും ഉണ്ട്. പി ഡി നമ്പൂതിരി, ഉദയൻ നമ്പൂതിരി എന്നറിയപ്പെടുന്ന പല മാസ്റ്റേഴ്സും അവരൊക്കെ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ചിത്രത്തിൽ വന്നിട്ടുള്ളത്. എല്ലാ കഥാപാത്രങ്ങളിലും ഇപ്പം ഞാൻ ആലോചിക്കുകയാണെങ്കിൽ പലപ്പോഴും സിനിമകൾ നമ്മുടെ കഥ എങ്ങനെയോ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ, ഈ വളരെ അടുത്ത കാലത്ത് പോവുകയാണെങ്കിൽ സ്ത്രീകൾ ഒരു കോസ്മെറ്റിക് ഇൻ്റർപ്രിട്ടേഷൻസാണ്. ഒരു പുരുഷൻ്റെ കഥയുടെ കോസ്മെറ്റിക് സൈഡ്സിൽ അവരല്ല സിനിമ കൊണ്ടുപോയിരുന്നത്. അവർക്ക് വലിയ റോളുകൾ അല്ലെങ്കിൽ അവർ ലീഡ് ചെയ്യുന്ന നമ്മുടെ ഒരു ലീഡ് കൊണ്ടുപോകുന്ന ഒരു സ്ത്രീ കഥാപാത്രങ്ങളുടെ കുറവ് നമുക്ക് ഇപ്പം കുറച്ച് നാളായിട്ട് അനുഭവപ്പെടുന്നുണ്ട്.
ഇവിടെ ഒരു പലപ്പോഴും ഈ കാദംബരി ഇതിനകത്ത് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മോഹിനിയായിട്ടാണ്. അപ്പം ഒരു മോഹിനി എന്ന് പറയുന്നത് ചെണ്ടയ്ക്ക് ഒരു മോഹിനിയായിട്ട് താളം കെട്ടുന്ന ആൾക്ക് വളരെ വ്യത്യസ്തമായിട്ടൊരു ഫേസ്, അറിയപ്പെടാത്തൊരു ഫേസ് വേണമെന്നും എനിക്കൊരു പിന്നെ പ്രായം കൊണ്ട് ഒരു അതീതമായിട്ട് നിൽക്കുന്ന ഒരു കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മുഖവും എനിക്ക് കാഴ്ചയിൽ വേണമെന്നുണ്ടായിരുന്നു. സിനിമ ഒരു സയൻസിൻ്റെ ഡിസ്കവറി തന്നെയാണ്, സംശയമൊന്നുമില്ല. സയൻസ് ഇല്ലായിരുന്നെങ്കിൽ സിനിമ ഉണ്ടാകത്തില്ല, ഫിലിമും ലൈറ്റും ഒക്കെ തന്നെ. അപ്പോൾ ഇതിനകത്ത് ടെക്നോളജിയുടെ അൾട്ടിമേറ്റായിട്ടുള്ള അന്വേഷണം എന്ന് പറയുന്നത് ഈ ടെക്നോളജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ആർട്ടിസ്റ്റിക് ഇൻപുട്സുകളാണ്. വളരെ പെട്ടെന്നാണ് ഈ ഡെവലപ്മെൻറ്റുകൾ. കാരണം ഈ ചെവി അല്ലെങ്കിൽ നമ്മുടെ കേൾവി ഒരു വളരെ പ്ലസൻ്റായിട്ടുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ഏറ്റവും സൂത്തിങ് ആയിട്ടുള്ള അനുഭവങ്ങൾ അധികം കോസ്റ്റില്ലാതെ പങ്കിടാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ സൗണ്ടിൻ്റെ ടെക്നോളജി. ഈ 11.1 എന്ന് പറയുന്നത് ഇനിയിപ്പം ഫ്യൂച്ചർ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ, ഈ റൂമിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പഴയ നമ്മുടെ ഏത് സ്ഥലത്തുനിന്ന് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള ആ സ്പീക്കർ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പം നമുക്കതിൻ്റെ ഡിറക്ഷനും പെർസ്പെക്റ്റീവും ഇതിപ്പം എനിക്ക് തോന്നുന്നത് 36-40 സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനുള്ളിൽ ഒരു 600 സ്പീക്കറോ 800 സ്പീക്കറുകളുള്ള തിയേറ്റേഴ്സായിരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആ വ്യക്തിയോ അല്ലെങ്കിൽ ആ ശബ്ദമോ എവിടുന്നോ വരുന്നതെന്ന് കൃത്യനിഷ്ഠയോടുകൂടി ആ സ്പീക്കർ മാത്രമായിരിക്കും പ്രവർത്തിക്കുന്നത്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിരുന്ന് കാണുന്ന സ്ഥലമാണ്, അതിന് വലിയ ആംബിയൻസ് വേണം, വളരെ ക്ഷണമായിട്ട് ഒരു ഫ്യൂ സെക്കൻഡിനുള്ളിൽ സൗണ്ടിനെ സൈലൻസ് ആക്കാൻ പറ്റുന്ന സന്ദർഭം വേണം. അതേസമയം ചെവിക്ക് കേൾക്കാവുന്ന ത്രഷോൾഡിലുള്ള 85 dBയിലുള്ള ശബ്ദവും പ്രൊഡ്യൂസ് ചെയ്യാവുന്നതും അതുപോലെ വൈപ്പ് ഔട്ട് ചെയ്യാവുന്ന സൈലൻസുള്ള സ്ഥലത്താണ് ഈ സിനിമയുടെ ക്രാഫ്റ്റ് കിടക്കുന്നത്. ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇരുട്ടത്ത് നമ്മളിരുന്ന് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അയാൾ 1000ൻ്റെ ഇടയിൽ ഒരാളാണെങ്കിലും അയാൾ ഇൻഡിവിഡ്വല. അപ്പോൾ അതുപോലെ തന്നെ ഈ സൈലൻസിന് സ്ഥാനമുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു സിനിമ ടെക്നോളജി ഫ്യൂച്ചറിൽ ഒരു ഈ പറഞ്ഞ മാതിരി റിയൽ ലൈഫിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ പോസിബിൾ ആവുന്നതിനോടൊപ്പം തന്നെ റിയൽ ലൈഫിൽ അനുഭവിക്കാത്ത സ്പേസുകൾ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും.